ഇടയിൽ കൂടി ഇങ്ങനെ പാളിപ്പോയിട്ടുണ്ടെങ്കിലും ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അത്രക്കും അടിപൊളിയാണ്, സിമ്പിളുമാണ്. അത്യാവശ്യം റൗണ്ട് ഷേപ്പിലുള്ളൊരു ബാങ്കിളും ഏതെങ്കിലും ടൈപ്പ് ഓഫ് ത്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ആദ്യം തന്നെ ത്രെഡ് കൊണ്ട് ബാങ്കിളിൽ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് ബാങ്കിൾ ഫുള്ള് ത്രെഡ് കൊണ്ട് കവർ ചെയ്തെടുക്കുക. ത്രെഡ് ചുറ്റി കൊടുത്തതിന് ശേഷം ബാങ്കിളിൽ ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന 8 ഈക്വൽ പാർട്ടാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പൊക്കെ പോണതിൻ്റെ മുമ്പ് നമ്മൾ ത്രെഡ് ഒരു സൂചിയിൽ കോർത്തെടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു പോയിന്റിൽ ത്രെഡ് നല്ല ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്ത പോയിന്റിക്ക് നമ്മൾ മാർക്ക് ചെയ്ത 8 പോയിന്റിലും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയാൽ രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വലിച്ചെടുത്ത നൂലിൻ്റെ ഉള്ളിലൂടെ വേണം സൂചി കോർത്തെടുക്കാൻ. കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഞാൻ ചെയ്യുന്ന അതേപോലെ ഫോളോ ചെയ്താൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നീടുള്ള എല്ലാ റൗണ്ടിനും ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ അവസാനം സെൻറ്ററിൽ എത്തുമ്പോഴേക്ക് നമുക്ക് നല്ലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണയും ത്രെഡ് ചുറ്റി കൊടുക്കുമ്പോൾ മാക്സിമം ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഏറെക്കുറെ സെൻറ്ററിൽ എത്തുമ്പോൾ നൂലൊരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ സെൻറ്ററിൽ എൻ്റെ അടുത്ത് ഉണ്ടായതിനൊരു ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്മേൽ ഹാങ് ചെയ്യാനായിട്ട് ഒരു ടേസൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഹൂളൻ ത്രെഡാണ്. ഞാൻ യൂസ് ചെയ്തതിന് ഈ ത്രെഡ് എൻ്റെ അടുത്ത് ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഹൂളൻ ത്രെഡ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്തുള്ള ത്രെഡ് എടുത്താൽ മതി. ടേസൽ നിങ്ങൾ വീഡിയോ നോക്കി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞെന്നാൽ ഒന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച ബാങ്കുകളുമേ ടെസൽ ഹാങ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഇത്രയ്ക്ക് ശരിയാവുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്കും ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.